കോൺഗ്രസിന്റെ അടിവേര് മാന്തുകയാണ് എൻ്റെ സുഹൃത്ത് സൈബർ പോരാളി സിജോ. പോരാളി സിജോ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ സിജോ പിണങ്ങത്തില്ലായിരിക്കും അല്ലേ? മറ്റുള്ളവരുടെ പേരിനെ പ്ലാൻ പാളി എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്ന സിജോയ്ക്ക് സ്വന്തം പേരിനെതിരെ ഇത്തരം പ്രയോഗങ്ങൾ വരുമ്പോൾ വിഷമമുണ്ടാകാൻ പാടില്ലല്ലോ. അതല്ലേ എൻ്റെ ശരി. ഞാൻ പഠിച്ച സംവാദ മര്യാദ അതല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കാൻ, ഇത്തരം നാലാംകിട സംവാദ തന്ത്രങ്ങളുമായിട്ട് വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്കെതിരെയും ഇത്തരം സംവാദ തന്ത്രങ്ങൾ പ്രയോഗിക്കുമെന്നും അങ്ങനെ വരുമ്പോൾ ചുമ്മാ കൈയിട്ടടിച്ചിട്ട് കാര്യമില്ലെന്നൊന്നും മനസ്സിലാക്കി വെക്കില്ല. സിജോയുടെ സൈബർ പോരാട്ടങ്ങളോടൊന്നും എനിക്ക് എതിർപ്പില്ല കേട്ടോ. പാർട്ടി സ്നേഹമൊക്കെ ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷേ സഭാ നേതൃത്വത്തെയും നിങ്ങളുടെ ആശയങ്ങളോട് വിയോജിക്കുന്ന ക്രൈസ്തവരെയും അധിക്ഷേപിച്ചുകൊണ്ട് അവരുടെ പിന്തുണ നേടിയെടുക്കാമെന്ന് കരുതുന്നത് മണ്ടത്തരമാണ്. ഇനിയൊരു കോൺഗ്രസ് ഭരണം ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയാണോ സിജോയ്ക്കുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർ നിങ്ങളെയും തേടി വരുമെന്ന് വിവരമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്ന സിന്ധു സൂര്യകുമാറിന്റെ പരാമർശത്തോട് പ്രതികരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ അടിയിൽ സിജോ നടത്തിയ ചില കമന്റുകളുടെ പശ്ചാത്തലത്തിലാണ് ഈ വീഡിയോ. ആ കമന്റുകൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായും മനസ്സിലാക്കുന്നത് സിജോ വീഡിയോ കണ്ടിരുന്നില്ല എന്നും പരമാവധി സ്പാം ചെയ്യുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് സിജോ അവിടെ വന്നത് എന്നാണ്. അതിലേക്ക് നമുക്ക് ഉടനെ തന്നെ കിടക്കാം. പക്ഷെ അതിനു മുമ്പ് എൻ്റെ രാഷ്ട്രീയ നിലപാട് ഒന്ന് വിശദീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു. അതോടൊപ്പം തന്നെ കാസയെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് എന്ത് എന്നുകൂടി വ്യക്തമാക്കാം. ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ് ഞാൻ പറയുന്നത്. ഇന്നും ആ കോൺഗ്രസ് അനുഭവം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പല നിലപാടുകളോടും ശക്തമായ വിയോജിപ്പുണ്ട്. അത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല. അതായത് പാർട്ടി പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന പാർട്ടി അടിമയല്ല ഞാൻ. മാത്രമല്ല രാഷ്ട്രീയ വിരോധം എനിക്കില്ല. എതിർചേരിയിലുള്ളവരെല്ലാം കള്ളന്മാരും ദുഷ്ടന്മാരും വെറുക്കപ്പെടേണ്ടവരുമാണെന്നും കോൺഗ്രസ്സുകാരെല്ലാം പരമപരിശുദ്ധന്മാരും നിഷ്കളങ്കരുമാണെന്നും ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എതിരാളികളെ ബഹുമാനിക്കാൻ ഞാൻ പഠിച്ചു. അതായത് എതിരാളി എന്നാൽ ശത്രുവല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഈ വീഡിയോയുടെ എന്തെങ്കിലും ഒരു സന്ദേശം, ഒരു ടേക്ക് അവേ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് ഇതാണ്: എതിരാളി എന്നാൽ ശത്രുവല്ല. വിദ്വേഷവും രാഷ്ട്രീയമായ വിയോജിപ്പും രണ്ടും രണ്ടാണെന്ന് സിജോ മനസ്സിലാക്കണം. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും നല്ല കാര്യങ്ങളെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. രാഷ്ട്രീയമായ വിയോജിപ്പ് ഒരിക്കലും വൈരാഗ്യമല്ല. വൈരനിര്യാതന ബുദ്ധിയോടെ ഞാൻ പെരുമാറാറുമില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ കോവിഡ് കാലത്ത് പിണറായി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ശൈലജ ടീച്ചറിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ചതായിരുന്നു. ഇത് തന്നെയാണ് അന്നും ഇന്നും എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ എല്ലാ ജനദ്രോഹ നടപടികളെയും ഞാൻ അംഗീകരിക്കുന്നു എന്നാണോ? അല്ല. കാസയോട് എനിക്കുള്ളതും ഇതേ രാഷ്ട്രീയ വിയോജിപ്പാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ ശക്തമായ നിലപാട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഏതെങ്കിലും കാര്യങ്ങളിൽ അവരുമായി യോജിക്കുന്നുണ്ടെങ്കിൽ അത് വിഷയാടിസ്ഥാനത്തിലുള്ളതാണ്. അല്ലാതെ സംഘടനയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്നല്ല അതിനർത്ഥം. ഞാൻ ഒരു കാസ സപ്പോർട്ടർ ആണെന്നൊക്കെ എൻ്റെ മുൻപുള്ള പോസ്റ്റുകൾ കണ്ടാൽ അറിയാമെന്നൊക്കെ സിജോ പറയാൻ കാരണം ഈ അടിസ്ഥാന ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ യോജിപ്പ് പ്രകടിപ്പിച്ചാൽ പൂർണ്ണമായും ആ സംഘടനയുടെ ആശയങ്ങളെ പിന്തുടരുന്നു എന്ന തെറ്റിദ്ധാരണ. ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. ഫാലസി ഓഫ് അസോസിയേഷൻ എന്ന് പറയും. The fallacy of association happens when someone assumes that because two people, ideas or things are connected in some way, they must share all the same qualities, beliefs or values, even when there is no logical basis for that conclusion. Even when there is no logical basis for that conclusion. It's basically a guilt by association or virtue by association error. The key mistake is confusing proximity or connection with sameness without evidence that the qualities actually transfer. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ നിലപാടെടുക്കുന്നത് ആ ഓരോ വിഷയത്തിൻ്റെയും മെരിറ്റ് അനുസരിച്ചിട്ടാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കോ സംഘടനയ്ക്കോ ഈ വിഷയത്തിൽ സമാനമായ നിലപാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇങ്ങനെ എൻ്റെ തന്നെ നിലപാട് മറ്റു ചില സംഘടനകൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ സംഘടനകളുടെ പ്രവർത്തകനാണ് എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ ചിന്താശേഷിയില്ലായ്മയാണ്, നിങ്ങളുടെ ബൗദ്ധിക പാപ്പരത്വമാണ് വെളിവാക്കുന്നത്. AKG സെന്ററിൽ നിന്നോ മറ്റേതെങ്കിലും പാർട്ടിയുടെ
ഓഫീസിൽ നിന്നോ തിട്ടൂരം വാങ്ങിയിട്ടല്ല ഞാൻ നിലപാടെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതും. നിങ്ങളുടെ രാഷ്ട്രീയ തിട്ടൂരങ്ങൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കുന്നവരും പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവരുമെല്ലാം കപട രാഷ്ട്രീയവാദികളാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രാഷ്ട്രീയ അജ്ഞതയാണ് വെളിവാക്കുന്നത്. കാസയുടെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് സംഘപരിവാറിനോടുള്ള അമിതമായ വിധേയത്വം, അടിമത്ത മനോഭാവമാണ്. ഇപ്പോൾ കന്യാസ്ത്രീ വിഷയത്തിൽ തന്നെ അവരെ ഉദ്ധരിക്കാനായി കന്യാസ്ത്രീകൾ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്ന് വരെ ചോദിക്കുന്ന രീതിയിൽ അന്ധമായ സംഘപരിവാർ വിധേയത്വം. മാത്രമല്ല, ഈ കാസ എന്നത് ഒരു ക്യാൻസർ ആണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് സ്വന്തം ശരീരത്തെ കാർന്നു തിന്നുന്ന ക്യാൻസർ. ഇങ്ങനെ ഒരു സംഘടന ഉള്ളതുകൊണ്ട് സഭയ്ക്ക് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാസയുടെ രാഷ്ട്രീയ നിലപാടുകളെ നഖശിഖാന്തം എതിർക്കുമ്പോഴും എനിക്ക് അവരോട് വിദ്വേഷമോ വെറുപ്പോ ഇല്ല. സിജോ മനസ്സിലാക്കേണ്ടത് കാസ ഒരു തീവ്രവാദ സംഘടനയൊന്നുമല്ല. അവർ ഇവിടെ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളും നടത്തിയിട്ടില്ല, ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല, കലാപാഹ്വാനങ്ങൾ നടത്തിയിട്ടില്ല. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് കാസ. അവരുടെ രാഷ്ട്രീയ നിലപാടുകളോട് വിയോജിക്കുമ്പോഴും അവരെ ആക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഇടതിനും വലതിനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത രക്തസാക്ഷികളുടെ കണക്കൊന്ന് പറയാമോ? ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കൊലപാതകം, ഏതെങ്കിലും ഒരു അക്രമം കാസ നടത്തിയിട്ടുണ്ടെങ്കിൽ പറയട്ടെ. ഇങ്ങനെ യാതൊരു അക്രമ സംഭവങ്ങളും നടത്തിയിട്ടില്ലാത്ത കാസയെ എന്തിനു വെറുക്കണം? അങ്ങനെ കാസയെ വെറുക്കണമെങ്കിൽ അതിനു മുൻപ് വെറുക്കേണ്ടത് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അടക്കമുള്ള സകല രാഷ്ട്രീയ പാർട്ടികളെയുമാണ്. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് പ്രണയക്കെണിയിൽ വീഴ്ത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് ശ്രമിച്ച കേസ് വാർത്തയായിരുന്നു. കാസ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാസയ്ക്ക് ഈ വിഷയത്തിൽ ഒരു നിലപാടുള്ളതുകൊണ്ട് ഞാൻ മറിച്ചൊരു നിലപാടെടുക്കണോ? ഇല്ല. അനുകൂലിക്കേണ്ടടുത്ത് അനുകൂലിക്കും, എതിർക്കേണ്ടടുത്ത് എതിർക്കും. മോദിയും സിദ്ധരാമയ്യയും എല്ലാം ഒരുമിച്ച് ഇവിടുത്തെ പുതിയ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ഒക്കെ സിജോ ഒന്ന് കാണുക. സൈബർ പോരാട്ടങ്ങളുടെ ഭാഗമായി സിജോ സ്വന്തം സുഹൃത്തുക്കളെ പോലും അധിക്ഷേപിക്കുകയും എല്ലാ വ്യക്തിബന്ധങ്ങൾക്കും മേലെ രാഷ്ട്രീയത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന ആന മണ്ടത്തരമാണ്. നിങ്ങൾ അണികൾ, രാഷ്ട്രീയ അടിമകൾ പരസ്പരം വെട്ടിയും കുത്തിയും ചാകുമ്പോൾ നേതാക്കന്മാർ പരസ്പരം കൈകോർത്ത് മൃഷ്ടാന്ന ഭോജനം വിരുന്നുണ്ട് അടിച്ചു പൊളിച്ചു നടക്കുമ്പോൾ വിഡ്ഢികളാകുന്ന നിങ്ങളാ. നിലപാടുള്ള മനുഷ്യരെ കാസക്കാരായും സംഘപരിവാർ അനുകൂലികളായും ചാപ്പ കുത്തുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾക്കിതിൽ മറിച്ച് ഒരു അജണ്ടയുള്ളതുകൊണ്ടും ക്രൈസ്തവർ നിലപാടെടുക്കുന്നതിനോട് നിങ്ങൾക്ക് അസഹിഷ്ണുത ഉള്ളതുകൊണ്ടുമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് സിജോയുടെ കമന്റുകളിലേക്ക് കിടക്കാം. അതിന്റെ ചാബല്യങ്ങൾ ഓരോന്നോരോന്നായി പരിശോധിക്കാം. ഏതായാലും സിജോ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. കാരണം വീഡിയോ കണ്ട് പറയുന്നതിനനുസരിച്ച് മറുപടി നൽകുന്ന ഒരു ശീലം സിജോയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിലും സൈബർ പോരാളികൾ എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്താണ് പറയുന്നത് കേട്ട് അതിനനുസരിച്ച് മറുപടി കൊടുക്കുന്നവരല്ലല്ലോ. പരമാവധി എല്ലാ കമന്റ് ബോക്സുകളിലും പോയി മാക്സിമം സ്പാം ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം, അല്ലേ സിജോ? കാസയ്ക്ക് 2 ജയ് അങ്ങോട്ട് വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിജോയുടെ കമന്റുകൾ ആരംഭിക്കുന്നത്. ഈ കമന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വീഡിയോ കാണാതെയാണ് വന്നിരിക്കുന്നതെന്ന്. കാരണം ഞാൻ വീഡിയോയിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു ധാരണയും സിജോയ്ക്കില്ല. അതുകൊണ്ടാണ് വളരെ സൗഹാർദ്ദപരമായിട്ട് കാസയ്ക്കുള്ള ജയ് വിളി ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എന്ന് സിജോയ്ക്ക് മറുപടി തന്നത്. സിജോയുടെ കമന്റുകൾക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എന്നെ ഒരു കാസക്കാരനും സംഘപരിവാർ അനുകൂലിയുമായി ചാപ്പുകുത്തുക എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ കാസയെക്കുറിച്ച് ഈ വീഡിയോയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കാണിക്കാം. രാജാവിനേക്കാൾ കൂടുതൽ രാജഭക്തി കാണിക്കുന്ന ചില ക്രൈസ്തവർ നമ്മുടെ ഇടയിൽ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. കാസ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. ഇപ്പോഴത്തെ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ തന്നെ അവർ സ്വീകരിച്ച നിലപാട് തികച്ചും സംഘപരിവാർ അടിമത്ത മനോഭാവം പുലർത്തുന്നതായിരുന്നു. സകല ക്രിസ്ത്യാനികളുടെയും സംരക്ഷകരായി സ്വയം അവരോധിച്ച ഇവർക്ക് ക്രൈസ്തവരുടെ സംരക്ഷണത്തെക്കാൾ കൂടുതൽ താല്പര്യം സംഘപരിവാർ പ്രീണനമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തമ്മിലുള്ള തർക്കം ഒരു അർത്ഥവുമില്ലാതെ, ഒരു അവസാനമില്ലാതെ പോകുന്നതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞത് സിജോ വീഡിയോ കണ്ടു എന്നുള്ള തെളിവായിട്ട് ഈ ഭാഗം
ഒരു കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിടാൻ പറഞ്ഞത്. അതോടെ സിജോ അവിടുന്ന് മുങ്ങി. സിജോ ഏതായാലും ഇതൊന്നും ടൈപ്പ് ചെയ്തിടാൻ പോകുന്നില്ല എന്ന് എനിക്കറിയായിരുന്നു. രണ്ട് കാരണമാണ്. ഒന്ന്, സിജോ ഈ വീഡിയോ കണ്ടിട്ടില്ല. രണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഭാഗം എഴുതിയിടുന്നതോടെ സിജോയുടെ നരേറ്റീവ് പൊളിയും. അതുകൊണ്ടാണ് സിജോ അവിടുന്ന് മുങ്ങിയത്. ഈ കാണുന്ന സിജോയുടെ വേറൊരു കമന്റാണ്. ഇതും വീഡിയോ കാണാതെ ആവേശം കാണിക്കുന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ. പിന്നെ സിജോ പറയുന്നത് എനിക്ക് സംഘപരിവാറിനോട് അടുപ്പമാണ് എന്നൊക്കെയാണ്. ഈ വീഡിയോ കണ്ടിട്ട് സിജോയ്ക്ക് അതെങ്ങനെ മനസ്സിലായി എന്ന് മാത്രം പറയുന്നില്ല. സംഘപരിവാറിനെ വിമർശിച്ചുകൊണ്ട് പല വീഡിയോകൾ എൻ്റെ പ്രൊഫൈലിലുണ്ട്, യൂട്യൂബ് ചാനലിലും ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കാണുക. ഇനി സിജോയ്ക്ക് അറിയേണ്ടിയിരുന്നത് അമിത്ഷാ ഇടപെട്ട് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു എന്ന പാമ്പ്ളാനി പിതാവിന്റെ പ്രസ്താവനയെ ഞാൻ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. പിന്നെയും വീഡിയോ കാണാതെ കമന്റ് ഇടുന്നതിന്റെ പ്രശ്നങ്ങളാണ്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേൾക്കുക. ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അധികാരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് അമിത്ഷാ പറഞ്ഞപ്പോൾ ജാമ്യം കിട്ടിയത്. ദാറ്റ്സ് എ സാഡ് റിയാലിറ്റി. പലരും പറയുന്നത് കേട്ടു, അമിത്ഷാ പറഞ്ഞാൽ കോടതി വിധി മാറുമെങ്കിൽ പേടിക്കണമല്ലോ എന്നൊക്കെ. ഒരല്പം കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ? ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കാണ് അറിയത്തില്ലാത്തത്? കസ്റ്റഡി ആവശ്യമില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും. ഇത് ജുഡീഷ്യറിയെ സ്വാധീനിച്ചതല്ല. പ്രോസിക്യൂഷൻ നിലപാടുകൾക്കനുസരിച്ച് സ്വാഭാവികമായി വന്ന വിധിയാണ്. ഇനി സിജോയുടെ മറ്റൊരു കമന്റ് ഇവിടെ കാണിക്കാം. സിജോ ചോദിക്കുന്നത്, അപ്പോൾ അമിത്ഷാ തന്നെയാണ് ജാമ്യം കൊടുത്തതെന്ന് നിങ്ങൾ സമ്മതിച്ചു അല്ലേ എന്നൊക്കെയാണ്. ഇതെപ്പോഴാണ് പറയുന്നത്? 3-4 ദിവസത്തെ നീണ്ട വാദപ്രതിവാദത്തിന് ശേഷം. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ എന്ത് പറഞ്ഞെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെയാണ് ഇത്രയും ദിവസം ആവേശം കാണിച്ച് കമന്റ് ഇട്ടത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നാട്ടിൽ കോടതി നിയമമൊക്കെ എന്തിനാണെന്ന് സിജോ ചോദിക്കുന്നു. ഇതേ വീഡിയോയിൽ അതിന് തന്നെ ഉത്തരവുണ്ട്. ഒന്നുകൂടി കേൾക്കാം. പലരും പറയുന്നത് കേട്ടു, അമിത്ഷാ പറഞ്ഞാൽ കോടതി വിധി മാറുമെങ്കിൽ പേടിക്കണമല്ലോ എന്നൊക്കെ. ഒരല്പം കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ? ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കാണ് അറിയത്തില്ലാത്തത്? കസ്റ്റഡി ആവശ്യമില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടും. ഇത് ജുഡീഷ്യറിയെ സ്വാധീനിച്ചതല്ല. പ്രോസിക്യൂഷൻ നിലപാടുകൾക്കനുസരിച്ച് സ്വാഭാവികമായി വന്ന വിധിയാണ്. ഞാൻ സിജോയോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് എന്തിനായിരുന്നു നിങ്ങളുടെ എംപിമാർ അമിത്ഷായെ പോയി കണ്ടത്? നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അധികാരത്തിലുള്ളവർ തീരുമാനമെടുത്താലേ എന്തെങ്കിലും നടക്കുമെന്നുള്ളത്. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പോയി കണ്ടാൽ പോരായിരുന്നോ? എന്തേ പോകാത്തെ? അപ്പോൾ നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, അമിത്ഷാ ഇവിടെ ഇടപെട്ടത് കൊണ്ടാണ് കസ്റ്റഡി ആവശ്യമില്ല എന്നൊരു നിലപാട് പ്രോസിക്യൂഷൻ സ്വീകരിച്ചതും ജാമ്യം കിട്ടുന്നതും. ഇതിനെ ഫാസിസമായി വ്യാഖ്യാനിക്കുന്നത് ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താണ് ഫാസിസം എന്നെങ്കിലും ഒന്ന് പോയി പഠിച്ചിട്ട് വരിക. അമിത്ഷാ ഇടപെട്ട് കന്യാസ്ത്രീക്ക് ജാമ്യം കിട്ടിയത് ഫാസിസമാണെന്ന് പറയുന്നതിലൊക്കെ ഒരു അഭംഗിയില്ലേ സിജോ? കന്യാസ്ത്രീക്ക് ജാമ്യം ലഭിക്കരുത്, അവർ ജയിലിൽ തന്നെ കിടക്കണം, പരമാവധി പൊളിറ്റിക്കൽ മൈലേജ് എടുക്കണമെന്നോ ആയിരുന്നോ കോൺഗ്രസിന്റെ ഉള്ളിലിരിപ്പ്? കമന്റിൽ ഞാൻ പറഞ്ഞിരുന്നു, ഐ ആം ഗിവിംഗ് യു എ ടേസ്റ്റ് ഓഫ് യുവർ ഓൺ മെഡിസിൻ. സിജോ പറഞ്ഞത് ഇതിൽ നിന്നും ഒരല്പം വിഭിന്നമാണെന്ന് എനിക്കറിയാം. പക്ഷെ സിജോയുടെ വേർഷനാണ് സ്ട്രോമാൻ. പാമ്പ്ളാനി പിതാവ് പറഞ്ഞതും എൻ്റെ നിലപാടും ഇതാണ്. ഞാൻ അദ്ദേഹത്തെ കോട്ട് ചെയ്യണം കേട്ടോ, എൻ്റെ തന്നെ വാക്കുകളല്ല. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇതിൽ ഇടപെട്ടു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുന്നു. ഞങ്ങളുടെ നിലപാട് അമിത്ഷായും മോദിയും ഇവിടെ ഇടപെട്ടുവെന്നും അങ്ങനെ കന്യാസ്ത്രീക്ക് ജാമ്യം ലഭിച്ചുവെന്നുമാണ്. അതിനു മറുപടിയായി സിജോ പറഞ്ഞതാണ് സ്ട്രോമാൻ. മോദിയും അമിത്ഷായും പറയുമ്പോൾ ജാമ്യം കിട്ടുന്നതാണ് ഫാസിസം. നിങ്ങൾ ചോദിച്ചേക്കാം, ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഞാൻ സമ്മതിക്കുന്നു, ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. അങ്ങനെയെങ്കിൽ മോദിയും അമിത്ഷായും പറയുമ്പോൾ ജാമ്യം കിട്ടുന്നത് ഫാസിസമാണ് എന്ന് സിജോ പറയുന്നതും കന്യാസ്ത്രീകൾക്ക് മോദിയുടെയും അമിത്ഷായുടെയും ഇടപെടലിലൂടെ ജാമ്യം കിട്ടുന്നത് ഫാസിസമാണ് എന്ന് പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും. എന്തുകൊണ്ടാണ് ഇത് കേൾക്കുമ്പോൾ സിജോയ്ക്ക് കുരു പൊട്ടുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഇനി ഇങ്ങനെയല്ല സിജോ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ വ്യക്തമായി പറയുക. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പല പ്രാവശ്യം ചോദിച്ചത്, ഇതാണോ സിജോയുടെ അഭിപ്രായം, യെസ് ഓർ നോ എന്ന് പറയുക. പല പ്രാവശ്യം ചോദിച്ചിട്ടും സിജോ അതിന് ഉത്തരം പറഞ്ഞില്ല. കാരണം അതിന് യെസ് എന്നോ നോ എന്നോ ഉത്തരം പറയുന്നതോടെ നിങ്ങളുടെ അജണ്ടകൾ അവിടെ പൊളിഞ്ഞു വീഴും, നിങ്ങളുടെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീഴും.
ഈ വീഡിയോയിൽ ഞാൻ സിജോയെ ടാഗ് ചെയ്യുന്നതായിരിക്കും. ഇനി വരുമ്പോൾ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമായിട്ട് വരിക. അമിത്ഷാ ഇടപെട്ട് കന്യാസ്ത്രീക്ക് ജാമ്യം ലഭിച്ചത് ഫാസിസമാണോ അല്ലയോ, യെസ് ഓർ നോ. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കണ്ടെന്നുള്ളതിന് തെളിവായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് 2 ഭാഗങ്ങളിട്ടുണ്ട്. അതെന്താണെന്ന് എഴുതി ഇടണം. കാരണം വേറൊന്നുമല്ല, നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. വീഡിയോ പോലും കാണാതെ ഒരർത്ഥമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയിട്ട് എന്താണ് ഉപകാരം? അപ്പം അതുകൊണ്ട് ആദ്യം വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക. അതിനുശേഷം നമുക്ക് എത്ര വേണേലും ചർച്ചയാവാം. എന്നെ ഇപ്പം ക്രിസംഖി എന്നോ സംഘപരിവാരകാരനെന്നോ വിളിച്ചിട്ടൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സിജോ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അത് പോട്ടെ. തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക. ഇപ്പൊ എന്നെ സംഘിയോ ക്രിസംഖിയോ കാസക്കാരനോ ഒക്കെ ആക്കുന്നതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ക്രൈസ്തവരെയും സഭാ നേതൃത്വത്തെയും അവഹേളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടാൽ നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവരുടെ വോട്ട് ഉറപ്പിക്കാൻ പറ്റുമെന്ന് തന്നെയാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സീരിയസ്ലി? അതുകൊണ്ട് തന്നെയാണ് വീഡിയോയുടെ ടൈറ്റിലിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അടിവേര് മാന്തുകയാണ് എന്നുള്ളത്. അടിത്തറ പൊളിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, ക്രൈസ്തവരുടെ വിഭാഗം സംഘപരിവാറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കും കാരണം? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക. അല്ലാതെ ക്രൈസ്തവരെ അവഹേളിച്ചും ക്രൈസ്തവ നേതൃത്വത്തെ ഇകഴ്ത്തി സംസാരിച്ചും നേട്ടം കൊയ്യാമെന്ന് ചിന്തിക്കുന്നവർ മൂഢസ്വർഗത്തിലാണ്. നിങ്ങൾക്ക് സംഭവിക്കുന്ന പരാജയത്തിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊന്നുകൂടി പറയാം. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു ക്രിമികടിയുണ്ട്. അവിടെ സുരേഷ് ഗോപി ജയിക്കാൻ മെയിൻ കാരണം നിങ്ങൾ നടത്തിയ ഹേറ്റ് ക്യാമ്പയിനാണ്. അയാളുടെ പുറകെ നടന്ന് അയാൾക്ക് വലിയൊരു പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുത്തത് നിങ്ങളാണ്. ഇനിയും അയാളുടെ പുറകെ തന്നെ നടന്ന് അയാൾക്ക് ഇനിയും കൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറയാം, അടുത്ത തെരഞ്ഞെടുപ്പിലും അയാൾ തന്നെയായിരിക്കും അവിടെ ജയിക്കുക. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ രാഷ്ട്രീയ വിരോധം, പകപ്പോക്കല്, വേട്ടയാടല് ഇതൊക്കെ അവസാനിപ്പിച്ച് മീനിങ് ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ, കരുക്കൾ നീക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ പച്ച പിടിക്കാൻ പറ്റുള്ളൂ. തൃശ്ശൂരിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ 1-2 ടിപ്സ് ഞാൻ തരാം. ആദ്യം, തൃശ്ശൂരുകാർക്ക് തെറ്റുപറ്റി എന്നുള്ള ക്യാപ്സ്യൂൾ എടുത്ത് കമത്തിക്കളയാം. തൃശ്ശൂരുകാർക്കല്ല തെറ്റുപറ്റിയത്, നിങ്ങൾക്കാണ്. അത് തിരുത്തുക. തൃശ്ശൂരുകാരെ കളിയാക്കിക്കൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നിങ്ങളെ നിലം തൊടിയിക്കത്തില്ല. സിജോ ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അടിവേര് മാന്തുകയാണ് ചെയ്യുന്നത്. ഇരിക്കുന്ന കൊമ്പ് നിങ്ങൾ മുറിക്കുകയാണ്. ഫ്രെഡി ഫ്രാൻസിസ് എന്ന ഒരു സോഷ്യൽ മീഡിയ പോരാളി കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, തൃശ്ശൂരുകാർക്ക് എന്തോ പേരുദോഷമുണ്ട്, ഇതേ പേരുദോഷം നിലമ്പൂരുകാർക്കും വരുമെന്നൊക്കെ. പേടിപ്പിക്കുകയാണ്. പൂമരനെ ജനങ്ങൾ തള്ളിക്കളയുന്നതിലുള്ള ക്രിമികടിയാണ്. ഒരു പരാജയത്തെ എങ്ങനെ നോക്കി കാണരുത് എന്നുള്ളതിനുള്ള ക്ലാസിക് എക്സാമ്പിളാണിത്. ജനങ്ങളെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ തോൽവി ന്യായീകരിക്കാതിരിക്കുക. തൃശ്ശൂരിൽ തോറ്റെങ്കിൽ അത് നിങ്ങളുടെ തെറ്റാ, അല്ലാതെ ജനങ്ങളുടെ തെറ്റല്ല. രാഷ്ട്രീയക്കാരെ ഏറ്റവും ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒരു തെറ്റ് സംഭവിച്ചെങ്കിൽ അത് നിങ്ങളുടേതാണ്, ജനങ്ങളുടെ പുറത്ത് വെക്കാതിരിക്കുക. ആ തെറ്റ് തിരുത്തി ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ സ്വീകരിക്കും. എപ്പോഴും ജനങ്ങളാണ് ശരി. നിങ്ങൾക്ക് പറ്റിയ തെറ്റിനെ ജനങ്ങളെ പരിഹസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ അടിവേര് മാന്തുകയാണ്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുവാണ്. തൃശ്ശൂരുകാര് അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിൽ നിങ്ങൾ സ്വയം വിമർശനത്തോടെ വിലയിരുത്തുക. അല്ലാതെ തൃശ്ശൂരുകാരെ കളിയാക്കിക്കൊണ്ടിരുന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നിങ്ങളെ നിലം തൊടിയിക്കത്തില്ല. അതുപോലെ തന്നെ നിലമ്പൂരിലെ ജനതയും അവർക്ക് ഇഷ്ടമുള്ള നേതാവിനെ തെരഞ്ഞെടുത്തു. അവരെ പേരുദോഷം പറഞ്ഞ് പേടിപ്പിച്ചാൽ അവരങ്ങ് പേടിച്ചു പോകുമെന്ന് കരുതുന്നവര് മൂഢസ്വർഗത്തിലാണ്. ഇതുപോലൊരു മൂഢസ്വർഗത്തിലാണ് സിജോയും ഉള്ളത്. നിങ്ങളുടെ ആശയങ്ങളുമായി വിയോജിക്കുന്ന ക്രൈസ്തവരെയും മതമേലധ്യക്ഷന്മാരെയും അധിക്ഷേപിച്ചുകൊണ്ടും പരിഹസിച്ചുകൊണ്ടും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയാൽ ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടുമെന്നാണ് പ്രതീക്ഷയെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പ്രസ്ഥാനത്തിന്റെ അടിവേരറക്കുകയാണ് ചെയ്യുന്നത്.